നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് അതിൽ എല്ലാ പേഴ്സണൽ ഡാറ്റകളും സേവായി കിടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് നമ്മുടെ ഡിവൈസസിലുള്ള എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാനും ആകും. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ജിമെയിൽ അക്കൗണ്ട് വളരെ സെക്യൂറായിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടല്ലോ. മറ്റൊരു ഡിവൈസസിൽ ഇത് ലോഗിൻ ആയിട്ടുണ്ടോ, ആരെങ്കിലും നമ്മുടെ ജിമെയിൽ ഉപയോഗിച്ച് മറ്റൊരു ഡിവൈസസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, എന്താണ് ഈ ഒരു സെറ്റിങ്സിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്നൊക്കെ നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് ജിമെയിൽ അക്കൗണ്ടിലൂടെ നമുക്ക് പോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിളിലൂടെ, ഗൂഗിൾ ക്രോമിലൂടെ, സെറ്റിങ്സിലൂടെ, അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലൂടെ ഒക്കെ നമുക്ക് ഈ ഒരു സെറ്റിങ്സിൻ്റെ അകത്തേക്ക് പോയി ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ജിമെയിൽ ഓപ്പൺ ചെയ്യാണ്. ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വലതുവശത്ത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ ഇമെയിലിൻ്റെ നമ്മുടെ മെയിൽ ഐ ഡിയുടെ താഴെ. അതുപോലെ തന്നെ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്താൽ, ഞാൻ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ അതേ ഒരു ഓപ്ഷൻ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ അകത്തുള്ള സെറ്റിങ്സിൻ്റെ അകത്ത് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് മുകളിൽ കുറേ ടാബുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ സെക്യൂരിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ, കുറച്ച് താഴേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുവർ ഡിവൈസസ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ജിമെയിൽ ഐ ഡി എത്ര ഡിവൈസസിൽ ലോഗിൻ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ 2 ഡിവൈസസിൽ ഇവിടെ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് അറിയാത്ത ഒരു ഡിവൈസിലാണ് ഇത് ലോഗിൻ ആയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു ഡിവൈസിൽ നിന്നും സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു ഡിവൈസിലാണ് ഈ ഇത് ലോഗിൻ ആയിട്ടുള്ളത്, അതായത് നിങ്ങളുടെ തന്നെ ഡിവൈസ് അത് നഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഫൈൻഡ് ഡിവൈസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് സ്ഥലത്താണ് ആരാണ് യൂസ് ചെയ്യുന്നത് ആ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. അതായത് നിങ്ങൾ കാണാതെ പോയ മൊബൈലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ട്, പക്ഷേ നിങ്ങൾ കാണുന്നില്ല എങ്കിലും നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ ഇത് സാധിക്കും. ആ ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അത് പിന്നെ എന്തൊക്കെ അവസാനമായിട്ട് എന്തൊക്കെ ബ്രൗസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾക്കിവിടെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ജിമെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആരെങ്കിലും നിങ്ങളറിയാതെ ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങളറിയാതെ നിങ്ങളുടെ മൊബൈലിൻ്റെ ഡാറ്റ ആക്സസ് ചെയ്യാനൊക്കെ അവർക്ക് ഇങ്ങനെ സാധിക്കും. കാരണം നിങ്ങൾ തന്നെ ചിലപ്പോൾ ലോഗിൻ ചെയ്ത് കൊടുത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളറിയാതെ പാസ്വേഡ് ഉപയോഗിച്ച് അവർ നിങ്ങളുടെ ജിമെയിൽ ഉപയോഗിക്കുന്നതായിരിക്കും. എങ്ങനെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ കൊണ്ട് തന്നെ അതിൽ സൈൻ ഔട്ട് ചെയ്യാൻ സാധിക്കും, അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.